അറിയുമല്ലോ പ്രിയപ്പെട്ടവരെ. വിധങ്ങൾ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വാപ്പയെ നിങ്ങളുടെ നല്ലവണ്ണം ശ്രദ്ധിക്കണോ, നോക്കണോ, അവർക്ക് നിങ്ങൾ ഖിദ്മത്ത് ചെയ്യണോ, അവരെ നിങ്ങൾ എവിടെയും വലിച്ചെറിയരുതെന്ന്. എന്നാൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ, വാപ്പയും ഉമ്മയും അനുജന്റെ വീട്ടിൽ നിൽക്കട്ടെ, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ വീട്ടിൽ നിൽക്കട്ടെ, അല്ലെങ്കിൽ പെങ്ങളുടെ വീട്ടിൽ, അല്ലെങ്കിൽ ഇന്ന് എവിടെയെങ്കിലും നിർത്തട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പല കാരണങ്ങൾ പറഞ്ഞിട്ട് മാറ്റി നിർത്തിയവര് ഇന്നതാ 2002 വോട്ടർ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ കരയാണ്. ആരെ ഉപ്പാന്റെ പേരിലുണ്ടോ, ഉമ്മാന്റെ പേരുണ്ടോ എന്ന്. SIR വന്നപ്പോ എല്ലാവരും അവരെ ബാപ്പാനെ തെരയാണ്, ഉമ്മാനെ തെരയാണ്. ബാപ്പയെയും ഉമ്മയെയും നോക്കാൻ മടിച്ച മക്കൾ വരെ എന്റെ ബാപ്പയുടെയും ഉമ്മയുടെയും പേര് ഈ വോട്ടർ ലിസ്റ്റിലുണ്ടോ എന്ന് പരിശോധന നടത്തിയിട്ട്, ആ പരിശോധന നടത്തിയിട്ട് അതിലവരുടെ പേരുണ്ടെന്നറിയുമ്പോ, അല്ലെങ്കിൽ ബന്ധുവിന്റെ നാമമുണ്ടെന്നറിയുമ്പോ ആ പേരുകൾ ചേർത്ത് വെച്ചിട്ട് ഫോമുകളിലേക്ക് ഫില്ല് ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ SIRന്റെ ഫോം BLOയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പല നിലക്കും മുത്തുനബിതങ്ങൾ നമ്മോട് പറഞ്ഞ കാര്യങ്ങള് സൂക്ഷ്മതയോടുകൂടെ നമ്മൾ കൊണ്ടു നടന്നില്ലെങ്കിൽ, ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അവസാനം നമുക്ക് പല വഴികളിലൂടെ പ്രയാസമുള്ള അനുഭവങ്ങളാണ്, കൈപ്പേറിയ അനുഭവങ്ങളാണ് സ്വീകരിക്കേണ്ടി വരിക. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും മരണം വരുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ മനസ്സ് ക്ലിയറാക്കി പടച്ചവന്റെ മുന്നിലേക്ക് അടുക്കാൻ പരിശ്രമിക്കണോ. നശ്വരമായ ദുനിയാവിന്റെ പളപളപ്പിൽ മയങ്ങിയിട്ട് പരലോകത്തെ മറന്നുകൊണ്ടുള്ള ജീവിതം നമുക്കുണ്ടാവരുത്. നമ്മൾ ഈ ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ തൊട്ടടുത്തല്ലേ പാറാൽ പള്ളിയുള്ളത്. അവിടെ ഒരുപാട് കാലം സേവനം ചെയ്ത പ്രിയപ്പെട്ട മുസ്തഫ കവി ഉസ്താദ് എന്ന ഇവിടുത്തെ ഖാദിയായിട്ടുണ്ടായിരുന്നവർ വരെ 6 അടി മണ്ണിലാണ്. പ്രിയപ്പെട്ടവരെ, റമദാനിൽ നമ്മുടെ ചെറുവത്തലയിൽ അവിടുത്തെ ഒരു പ്രഭാഷണം ഉണ്ടാവാറുണ്ടായിരുന്നു. രസം ചേർത്ത് വെച്ചിട്ടുള്ള മനോഹരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ആ പ്രഭാഷണങ്ങളിലൂടെ ജനമനസ്സുകളെ കീഴടക്കിയ ആ മനോഹരമായ ഭാഷണം നടത്തിയ പ്രിയപ്പെട്ടവരടങ്ങുന്ന ഒരുപാട് നേതാക്കൾ നമ്മുടെ ഖബർസ്ഥാനിയിൽ കിടപ്പുണ്ട്. അവർ ഖബർസ്ഥാനിൽ അവിടെ കിടക്കുമ്പോ നമ്മിൽ പലരുടെയും ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, വല്ലുപ്പയുണ്ട്, ഉപ്പാപ്പയുണ്ട്, ഉമ്മാമ്മയുണ്ട്. അവരൊക്കെ 6 അടി മണ്ണിനകത്ത് കിടക്കുന്ന നേരത്ത് നമ്മൾ ഈ സദസ്സിൽ വന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ അവര് വലിയ ആനന്ദത്തിനാണ്, അവർ വലിയ സന്തോഷത്തിലാണ്. കാരണം എന്തെന്നറിയോ, ഇവിടുന്ന് നമ്മൾ മനമുരുകിയിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകള് അവരുടെ ഖബറിലേക്ക് വെളിച്ചമായി എത്തിക്കപ്പെടുമെന്ന് മുത്തനബിതങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ ആ ഒരു നന്മയിലേക്ക് നാം വളർന്നു വന്നിട്ടുള്ളത് നമ്മെ മാതാപിതാക്കൾ വളർത്തിയെടുത്ത നന്മയുള്ള പ്രവർത്തനം കാരണമാണ്. ഇവിടെ ഇരിക്കുന്ന എന്റെ മുത്തഅല്ലിമീങ്ങളെ നോക്കൂ, എന്തൊരു അഴകാണ് അവരെ കാണാൻ. അവരെ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത് അവരുടെ മാതാപിതാക്കളല്ലേ. ആ മാതാപിതാക്കൾ സ്ഥാപനത്തിലേക്ക് മക്കളെ കൊണ്ടുവന്ന് ചേർത്തപ്പോ ആ മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന മക്കളുടെ ഉസ്താദുമാരുണ്ടല്ലോ, അവരെത്രയാ ത്യാഗം സഹിക്കുന്നത്. ഒരു വീട്ടിലേക്ക് മക്കൾ ലീവിന് വേണ്ടി നാട്ടിൽ വന്നാൽ 3-4 ദിവസം ആ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് ആ മക്കളെ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പല മാതാപിതാക്കളും സന്തോഷവും അതുപോലെ ഒരുപാട് സങ്കടങ്ങളും പറയുന്നത് പല ആളുകൾക്കും അനുഭവം ഉണ്ടാകുമല്ലോ. എന്നാൽ മാസങ്ങളോളം വർഷങ്ങളോളം ഈ സ്ഥാപനത്തിൽ നമ്മുടെ മക്കളെ ഇങ്ങനെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരുന്ന ഇവിടുത്തെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരുണ്ടല്ലോ, അവരൊരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് മക്കൾക്ക് പഠന മേഖലകളിലേക്കുള്ള വഴി തുറക്കുന്നത്. നമ്മുടെ കമ്മിറ്റി ഭാരവാഹികള് ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്. അവർക്കൊന്നും ദുനിയാവിലുള്ള മറ്റൊരു ലക്ഷ്യങ്ങളില്ല, പരലോകത്തേക്കുള്ള ലക്ഷ്യമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ എന്റെ മക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ എവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും നമ്മുടെ ഷിആർ വിട്ടുള്ള കളികൾ നമ്മിലുണ്ടാവരുത്. നമുക്കൊരടയാളപ്പെടുത്തലുകളുണ്ട്, നമ്മെ നാമാണെന്ന് മനസ്സിലാക്കുന്ന അടയാളങ്ങളുണ്ട്. നമ്മളുടെ വേഷവിധാനങ്ങള് അത് നാട്ടിലെത്തിയാലും ഈ ഒരു വേഷവിധാനങ്ങൾ തന്നെ നമ്മൾ സൂക്ഷ്മതയോടുകൂടെ കൊണ്ടു നടക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് നാട്ടുകാർക്ക് ഞങ്ങളോട് മതിപ്പുണ്ടാകുന്നത്, നാടിന്റെ നേതാക്കൾക്ക് നമ്മളോട് മതിപ്പുണ്ടാകുന്നത്. ഇത് പറയുമ്പോ നിങ്ങൾ അങ്ങനെ വേഷം ശ്രദ്ധിക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ ഇന്നത്തെ ചുറ്റുപാടില് നാട്ടിലെത്തുമ്പം കൂട്ടുകാരുടെ കൂടെ കൂടുന്ന സമയത്ത് കൂട്ടുകാര് വളർത്തിയെടുത്ത മുടി കാണുമ്പോ, അവർ ചെത്തി
സെറ്റിയെടുത്ത സ്റ്റൈല് കാണുമ്പോ, അവർ രൂപപ്പെടുത്തിയ മോഡലുകൾ കാണുമ്പോ എനിക്ക് അവന്റെ കൂടെ കൂടാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് അവരുടെ കൂടെയുള്ള ആ രൂപങ്ങളും ഭാവങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും നമ്മൾ കൊണ്ടുവരരുത്. അത് നമ്മളെന്ന് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മാപ്പങ്ങളെ, നമ്മുടെ മക്കളും ഉണ്ടല്ലോ, ആ മക്കളെയും നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കണോ. ഒരിക്കലും ഒരു ചതിക്കുഴികളിലേക്കും നമ്മുടെ മക്കളെ കൊണ്ടുപോയി വലിച്ചെറിയരുത്. നമ്മൾ നന്നായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളും നന്മയുള്ളവരായി മാറുന്നതാണ്. നബിതങ്ങൾ പറഞ്ഞതാണ്, ഒരു നല്ല മനുഷ്യൻ കാരണമായിട്ട് അല്ലാഹു അവരുടെ മക്കളെ നന്നാക്കുന്നതാണ്. മക്കള് നന്നായാലോ മക്കളുടെ മക്കളെയും അല്ല നന്നാക്കുന്നതാണ്. മക്കള് നന്നായ മക്കളുടെ മക്കളും നന്നാകുന്നതാണ്. മക്കളുടെ മക്കൾ നന്നായാലോ ആ കുടുംബം മുഴുവനും നന്നാകുന്നതാണ്. കുടുംബം മുഴുവനും നന്നായാലോ ചുറ്റുഭാഗത്ത് താമസിക്കുന്നവർ മുഴുവനും നന്നാകുന്നതാണ്. ഒരു നാട് മുഴുവനും നന്നാകുന്നതാണ്. വളരെ കൃത്യമായ രേഖകളാണ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് നൽകിയ നിങ്ങളുടെ ജീവിതത്തിലെ ശിഷ്ടകാല ജീവിതമുണ്ടല്ലോ, അതൊരിക്കലും നഷ്ടത്തിലേക്ക് കൊണ്ടുപോകരുത്. ഇവിടുന്ന് വിട പറഞ്ഞിട്ട് പരലോകത്തേക്ക് യാത്ര പോകുമ്പോ കലിമ ചൊല്ലി പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് വിട പറയാനുള്ള ഭാഗ്യം കിട്ടണോ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരണപ്പെട്ട് നമ്മുടെ വീടിന്റെ സെൻട്രൽ ഹാളിൽ നമ്മുടെ മയ്യത്ത് കൊണ്ടുവന്നവിടെ വെച്ചിട്ട് നമ്മുടെ മയ്യത്തിന്റെ മുകളിലേക്ക് ഒരു വെള്ളത്തുണി കൊണ്ട് ഇങ്ങനെ പുതച്ചിട്ട് നമ്മൾ അവിടെ കിടക്കുമ്പോ ആളുകൾ നമ്മെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് ആളുകൾ ഇങ്ങനെ കയറി വരുമ്പോ വരുന്ന ആളുകളൊക്കെ ചെയ്യുന്നത് എന്തെന്നറിയോ? മുഖത്തിട്ട് മുണ്ടും ചിലരി വന്നുയർത്തുന്നേ, കൈകെട്ടി മിണ്ടാ തന്ന് നീ കിടക്കുന്നേ. നമ്മുടെ വീടുകളിൽ നിന്ന് മരണപ്പെട്ട പലരെയും നമ്മൾ മനസ്സിൽ കൊണ്ടുവരുമ്പോ ഞാനും നിങ്ങളും ഓർത്തടിക്കേണ്ടത്, ഞാനും നിങ്ങളും ഒരിക്കൽ ഇതുപോലെ വീടിന്റെ സെൻട്രൽ ഹാളിൽ കിടക്കുന്ന രംഗമാണ്. അവിടെ നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോ നമ്മുടെ ശരീരമാ സകലം പുതച്ചു വെച്ച വെള്ള തുണിയുണ്ടല്ലോ, ആ തുണിയിൽ ഞങ്ങളെ ഇങ്ങനെ പുതപ്പിച്ച് കിടത്തുന്ന രംഗം മനസ്സിൽ കൊണ്ടുപോ. ആ തുണി ഇങ്ങനെ ഉയർത്തിയിട്ട് എല്ലാവരും ഞങ്ങളുടെ മുഖത്ത് ഇങ്ങനെ നോക്കുന്ന ഒരു രംഗം ഞങ്ങൾ ഓർത്തു വെക്കുക. പ്രിയപ്പെട്ടവരെ, അവസാനം ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും എടുക്കുമ്പോ മയ്യത്ത് കുളിപ്പിച്ചിട്ട് കുളി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിന്റെ സെൻട്രൽ ഹാളിൽ വിരിച്ചു വെച്ച ആ കഫംപുടവയിലേക്ക് നമ്മൾ താങ്ങിയെടുത്തിട്ട് കൊണ്ടുവന്ന് കിടത്തുമ്പോ ആ കഫംപുടയിലേക്ക് കിടത്തിയിട്ട് പൊതിയുന്ന തുണി മൂന്നും ക്ഷണം വിരിക്കുന്നേ, അതിലേക്ക് താങ്ങിയെടുത്തത് കിടത്തുന്നേ. മൂന്ന് കഷ്ണം തുണി അവിടെ വിരിച്ചിട്ട് ആ തുണിയിലേക്ക് താങ്ങിയെടുത്തിട്ട് അവിടെ കിടത്തുകയാണ്. ആ കിടത്തുന്ന സമയത്ത് അവിടെ കൂടിയ ആളുകളൊക്കെ അത്ഭുതത്തോടെ ഞങ്ങളെ നോക്കുകയാണ്. ഞങ്ങളെ നോക്കിയിട്ട് ആ തുണിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് അവിടെ കിടത്തിയിട്ട് കഫൻ ചെയ്യാൻ ഒരുങ്ങുന്ന ആള് തുണിയെടുത്തിട്ട് ഇങ്ങനെ ഞങ്ങളെ പൊതിയുകയാണ്. ആ പൊതിയുന്ന സമയത്ത് അവര് വിളിച്ചു പറയാണ്, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. ഇനി ആരെങ്കിലും മയ്യത്ത് കാണാനുണ്ടോ എന്ന് ചോദിക്കുമ്പോ കണ്ടവർ മത്സരിച്ച് കാണാൻ വേണ്ടി തിക്ക് കൂട്ടുകയാണ്, തിരക്ക് കൂട്ടുകയാണ്. അവസാനം അവിടെ നിന്ന് പ്രിയപ്പെട്ടവര് മയ്യത്ത് കട്ടിലോ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം നിൽക്കുന്നേ. മയ്യത്ത് കട്ടില് തോളിൽ കയറ്റിയിട്ടതാ പുറപ്പെടുകയാണ്. അങ്ങനെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ബോധക്ഷയത്താൽ ഭാര്യയും തളരുന്നേ, താങ്ങിക്കിടത്താൻ പലരുടൻ കൂടുന്നേ. ഭർത്താവിന്റെ വിയോഗത്തിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഭാര്യ തളർന്ന് വീഴുകയാണ്. അവരെ താങ്ങിയെടുത്ത് കുടുംബത്തിലെ പലരും അവിടെ കിടത്തുകയാണ്. അവസാനം പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, മറ്റൊരു രംഗം എന്തെന്നറിയോ? വീട്ടിനകത്ത് നിന്ന് മക്കളുടെ മയ്യത്താണ് എടുത്ത് പുറത്തിറങ്ങുന്നത്. അപ്പോഴാണ് ഉമ്മയാ രംഗം നോക്കിയിട്ട് ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. ഉമ്മ എവിടെന്ന് വിളിച്ചു പറയുന്നു, ജനൽപ്പാളികൾക്കിടയിലൂടെ കണ്ണും നട്ടിരുന്നിട്ട് കണ്ണിൽ നിന്ന് ഒഴുകിയൊഴിക്കുന്ന കണ്ണുനീർത്തുള്ളികൾ ഇങ്ങനെ ഒരു കർച്ചീഫ് കൊണ്ടോ ധരിച്ച തട്ടം കൊണ്ടോ തുളച്ചു കളഞ്ഞിട്ട് ഉമ്മ മകന്റെ മയ്യത്ത് നോക്കിയിട്ട് മോനെ എപ്പോഴാണ് ഈ ഉമ്മ പൊന്നുമോനെ കാണുകയെന്ന് പറഞ്ഞുമ്മ കരയുമ്പോ അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരുടെ മനസ്സുകളെയും കുലുക്കി കളയുന്ന വിധത്തില് പൊന്നുമക്കൾ ഓടി വരികയാണ്. ആ മക്കൾ ഓടി വന്നിട്ട് അരുമക്കിടാങ്ങള് പാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതവൻ പിരിയുന്നേ.